ഹലോ ICI ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ റമദാൻ സീരീസ് എപ്പിസോഡ് 14-ൽ അടിപൊളി ബേക്കറി സ്റ്റൈൽ ക്രീം ബണ്ണാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അഥവാ മൈദ എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാൽപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഓപ്ഷണലാണ്, ചേർത്ത നല്ലതാണ്. പിന്നെ ഈസ്റ്റ് 1 ടീസ്പൂൺ. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നേരിട്ട് ചേർക്കുന്നത്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ നേരി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് പഞ്ചസാരയ്ക്കൊപ്പം മിക്സ് ചെയ്ത് അത് ഫെർമെൻറ്റ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട്, സ്വല്പം ഉപ്പ്, പിന്നെ നേരിയ ചൂടുള്ള വെള്ളം കുറച്ചായിട്ട് ചേർത്ത് ആദ്യം 1 സ്പൂണോ ഫോർക്കോ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായി കുഴച്ചെടുക്കുക. നമുക്ക് നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കണേ. അപ്പം നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുമ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഇതാ സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചു. ഇനി ഇത് നമുക്ക് ഒന്ന് റൈസ് ആവാൻ അടച്ചു വെക്കാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് 3/4 മണിക്കൂർ മതി. ഇപ്പോൾ ഞാനിതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ, പിന്നെ 1 കപ്പ് പൗഡേർഡ് ഷുഗർ, പിന്നെ 1 ടേബിൾ സ്പൂൺ പാൽ പൗഡർ, എസെൻസ്, പാല് സ്വല്പം എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതാ നമ്മുടെ 3/4 മണിക്കൂർ കഴിഞ്ഞ് മാവ് നന്നായി റൈസായി. ഒന്ന് പഞ്ച് ഔട്ട് ചെയ്ത് ഒരു റോളിംഗ് ബോർഡിൽ കുറച്ച് ഇതുപോലെ മാവ് ഡസ്റ്റ് ചെയ്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് മാവ് 5 വലിയ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. ഏകദേശം ഈക്വൽ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണേ. ഒരു ട്രേ എടുത്ത് ബേക്കിംഗ് പേപ്പർ ഇട്ട് ലൈൻ ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ആദ്യം ഇതൊന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് ബോളാക്കിയിട്ട് പിന്നെ ഇതൊന്ന് പരത്തുക. ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് കുറച്ച് മാവിട്ടിട്ട് ഒന്ന് ഓവൽ ഷേപ്പ് പോയിട്ടില്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പായിട്ട് പരത്തുക. ഒത്തിരി റൗണ്ട് വേണ്ട, ഒരു ചെറിയ റൗണ്ട്. എന്നിട്ട് ഇത് 2ആയിട്ട് മടക്കുക. ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ മടക്കുക. എന്നിട്ട് ട്രേയിലോട്ട് വെക്കുക. ഇത് ട്രേ വെച്ചിട്ട് നമ്മളൊരു 20 മിനിറ്റ് ഒന്ന് റൈസ് ആവാൻ വെക്കാം. 20 മിനിറ്റ് റൈസ് ആയ ശേഷം ഇതിൽ അടിച്ച മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. 180°യിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ടോപ്പ് റാക്കിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. നമ്മുടെ അടിപൊളി ബണ്ണ് ഇവിടെ സോഫ്റ്റ് ബണ്ണ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെക്കണം. അതിനായിട്ട് ഒരു നൈഫ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഓൾറെഡി നമ്മൾ ഇതിങ്ങനെ മടക്കി വെച്ച ബണ്ണാണല്ലോ, അപ്പം നമ്മളിതിൻ്റെ നടുക്കൊരു ഇതുപോലെ നൈഫ് കൊണ്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് ഹാഫായിട്ട് എളുപ്പം കിട്ടും. ഇത് കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ, ആ ക്രീം ഇതിലേക്ക് നന്നായി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ക്രീം ഒരുപാട് സ്വീറ്റും ഒന്നും ആയിരിക്കില്ല, അതുപോലെ ഒരുപാട് കട്ടിയാവും, ഒരുപാട് സോഫ്റ്റ് ആവും, ഒന്നുമില്ല. പക്കയായിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത ശേഷം ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ച് ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കാണാനും ഭംഗിയാണ്, പ്ലസ് ഇത് കഴിക്കുമ്പോൾ കിഡു ടേസ്റ്റാണ് കേട്ടോ. ബേക്കറികളിലൊക്കെ കഴിക്കുന്ന പോലത്തെ ബണ്ണിൻ്റെ ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു കിഡു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.